നമസ്കാരം. ഇത് കാലത്ത് 6:10 6:10. അപ്പോൾ ഇപ്പോൾ ഞാൻ രാമേശ്വരത്താണ്. രാമേശ്വരത്ത് രാമസ്വാമി ക്ഷേത്രം ദർശിക്കാനായിട്ട് പോവുകയാണ്. താമസിച്ച ഹോട്ടലിൽ നിന്നും അങ്ങോട്ട് നടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ, ഒരു 100 മീറ്റർ പോലും ഇല്ല രാമേശ്വരം ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ തീർത്ഥയാത്രയിലെ ഇന്നത്തെ ക്ഷേത്രവിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ സമ്പൂർണ്ണ ഐതിഹ്യവും പ്രാധാന്യവും അതിൻ്റെ കാഴ്ചകളും ഒക്കെ കാണിക്കാം. രാമേശ്വരം ക്ഷേത്രത്തിൽ 22 തീർത്ഥ സ്നാനമുണ്ട്. ആ സ്നാനത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ പറ്റുന്ന രീതിയിൽ മൊബൈൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. വീഡിയോഗ്രാഫി എത്രമാത്രം അനുവദിക്കുമെന്ന് അറിയത്തില്ല, അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളൊക്കെ പൂർണ്ണമായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ കാഴ്ച, അതിൻ്റെ ശില്പഭംഗിയും എല്ലാം നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ എത്തിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിന് മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് രാമേശ്വര ക്ഷേത്രത്തിൻ്റെ 4 വശത്തുകൂടെ എവിടെയാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഇപ്പോൾ ഇവിടെ നിന്നാൽ കാണുന്നില്ല, എന്നാലും ക്ഷേത്രത്തിൻ്റെ ഗോപുരം സ്വല്പം അവിടെ നടന്നാൽ കാണാം. നമുക്ക് ഇതാ 4 വശത്തൂടെ പോകുന്ന റോഡാണ്. അവിടെ വന്ന് കയറിയ ആ റോഡിൽ നിന്ന് മുന്നോട്ട് നടന്ന് നമുക്ക് ആദ്യം ഈ കടലിൽ പോയിട്ട് കാലും കൈയും ഒക്കെ കഴുകിയാണ് അവിടെ നിന്നാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകുന്നത്. ഇവിടെ ചായ കുടിക്കാനുള്ള ആളുകളുടെ തിരക്കാണ്. ഇപ്പോഴേ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇവിടെ തെക്കേനടയിലടുത്താണ്, തെക്കേനട ഗോപുരത്തിനടുത്താണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരെയാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ ഗോപുരമാണ് ഈ കാണുന്നത്. ചായക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തെക്കേ ഗോപുരമാണ്. തെക്കേ ഗോപുരത്തിൻ്റെ മുമ്പിലാണ് ഈ നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ ലോഡ്ജും ഹോട്ടലും ചായക്കടകളും ഭക്ഷണശാലയൊക്കെ ഉണ്ട്. പഞ്ചാബി ധാബ മുതൽ ഹരിയാന ഭക്ഷണം എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഒന്നിനും ഒരു വില കുറവില്ല. എല്ലാത്തിനും വില നമ്മുടെ നാട്ടിലെ വിലയൊക്കെ തന്നെയാണ്. ഹോട്ടൽ മുറികൾ 2300 രൂപ മുതൽ 1500, 1200, 1300, 1500 ആ റേഞ്ചിലൊക്കെയാണ്. അപ്പം AC ആണെന്നുണ്ടെങ്കിൽ 1500 മുകളിലൊക്കെ ആയിരിക്കും. 1500 ഞങ്ങൾക്ക് ഇപ്പം 1500 കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇത് തെക്കേ നടയാണ്. ഇതിലെ വെളിയിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരെയാണ് നിങ്ങൾ കാണുന്നത്. തെക്കേ നടയിലൂടെയോ വടക്കേ നടയിലൂടെയാണ് ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ, അതായത് കാല് കഴുകി അകത്തേക്ക് കയറേണ്ട സ്ഥലം കൂടെ നോക്കാം. ഇപ്പോൾ തെക്കേ നടയിൽ നിന്ന് പടിഞ്ഞാറേ നടയിലേക്ക് പോവുകയാണ്. തെക്കേ നടയിൽ നിന്ന് കിഴക്കേ നടയിലേക്ക് പോവുകയാണ്. കിഴക്കായിട്ടാണ് ഇവിടെ സമുദ്രം വരുന്നത്. നേരത്തെ പടിഞ്ഞാറെന്ന് പറഞ്ഞ പോലെ തോന്നി. തെക്കേ നടയിൽ നിന്ന് കിഴക്കോട്ട് പോവുകയാണ്. കിഴക്കാണ് ഇവിടെ സമുദ്രം വരുന്നത്. അപ്പം നമുക്ക് എന്നിട്ട് കിഴക്കേ നടയിൽ കൂടിയാണ് ദർശനം നടത്തുന്നത്. ഇപ്പം ഞാൻ തെക്കേ നടയിലെ ഗോപുരം നിങ്ങൾ കണ്ടതാണ് എൻ്റെ പുറകിലുള്ളത്. നമുക്ക് മുമ്പോട്ടുള്ള ദൃശ്യങ്ങൾ ക്യാമറ ഒന്ന് സ്വിച്ച് ചെയ്യാം. ബാക്ക് ക്യാമറയിലേക്ക് കടക്കാം. ഇത് തെക്കേ നടയിൽ നിന്ന് വളഞ്ഞ് കിഴക്കേ നടയിലേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോഴേ അത്യാവശ്യം തിരക്കുകളൊക്കെ ആയി. ഇതാണ് കിഴക്കേ നടയിൽ കൂടി കാണുന്ന ഗോപുരം. ഇവിടെ ഡിസ്റ്റൻസ് ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ദിശാ ബോർഡ് വെച്ചിട്ടുണ്ട്. രാമപദം 2.5 കിലോമീറ്റർ, ലക്ഷ്മണ തീർത്ഥം 1.5 കിലോമീറ്റർ, ധനുഷ്കോടി 25 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷൻ 1.5 കിലോമീറ്റർ, പിന്നെ ബസ് സ്റ്റാൻഡ് 3 കിലോമീറ്റർ, കോദണ്ഡരാമർ ടെമ്പിൾ 13 കിലോമീറ്റർ, കോദണ്ഡരാമർ ടെമ്പിളൊക്കെ
നമ്മൾ കാണിക്കുന്നുണ്ട്. 13 കിലോമീറ്ററാണ്. പിന്നെ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കിഴക്കേ നടയിലെ ഒരു അകത്തേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ ഒരു അമ്മ ഇരുന്ന് കോലം വരയ്ക്കുന്നുണ്ട്. ഇതൊരു സ്ഥാപനമാണ്. സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ്. എല്ലാ വീടിൻ്റെയും മുമ്പിൽ ഇതുപോലെ രാവിലെ വീടിൻ്റെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ കോലം വരയ്ക്കും. നേരത്തെ ഞാൻ കാണിച്ച ആ ഗോപുരത്തിൻ്റെ തൊട്ട് വടക്ക് വശത്ത് വേറൊരു ഗോപുരമുണ്ട്. അതേപോലെ രണ്ടാമത്തെ എൻട്രൻസ്. അപ്പം രണ്ടാമത്തെ എൻട്രൻസ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ മുമ്പിൽ കൂടെ പോകുന്ന വഴിയുടെ കിഴക്ക് വശത്ത് അതിൻ്റെ നേരെ മുമ്പിൽ കിഴക്കോട്ട് ചെല്ലുന്ന ഇവിടെയാണ് കടലിലേക്ക് ചെന്ന് നമ്മൾ കാല് കഴുകി അകത്തേക്ക് കയറേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കൂടെ അങ്ങനെ ഈ വരുന്ന വഴി കൂടെ വന്ന് ഇവിടുന്ന് രണ്ടാമത്തെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ കൂടെ നേരെ കിഴക്കോട്ട്. രാവിലെ ഒരു മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്നു. ആ സൂര്യപ്രകാശത്തിൽ ആ ഗോപുരം തിളങ്ങുന്നത് കണ്ടു. നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ച. രാവിലെ മഴയൊക്കെ പെയ്തതാണോ എന്നറിയത്തില്ല. ഇവിടെ താഴെ വെള്ളമൊക്കെ കിടപ്പുണ്ട്. നല്ല അതായത് കടൽ തീരത്തേക്ക് പോവുകയാണ്. ഇവിടുന്നൊരു 100 മീറ്റർ തികച്ചില്ല. ആ ഗോപുരത്തിൻ്റെ തിളക്കം കണ്ടോളൂ. ഒരു കടയിൽ എല്ലാ തരത്തിലുമുള്ള രുദ്രാക്ഷം തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രുദ്രാക്ഷത്തിൻ്റെ വിലയൊന്ന് ചോദിക്കാം. ഈ വലിയ രുദ്രാക്ഷമൊക്കെ എൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് രുദ്രാക്ഷം ഉണ്ട്. അത് ഞാൻ ഋഷികേശിൽ നിന്ന് വരുത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒന്ന് നോക്കാം. ഇവിടുത്തെ റേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്കത് പരിചയപ്പെടാം. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അന്നേരം ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. സ്വാമി, ഇത് എങ്ങനെയാണ് റേറ്റ്? 300 രൂപ ഒരു മാലയാ? ഒരു മാല 300. എവ്വളോ ബീഡ്സ് ഇരിക്കും? 54. இது வந்து 5 முகம். 5 முகம். ஒரு 4 முகம் இருக்கா? 4 முகம் இருக்கு. 4 முகம் 1 பீஸ் இருக்கா? 200 1 पीस. अच्छा. അപ്പോൾ അവിടെ ഞാൻ റേറ്റ് ചോദിച്ചത് നിങ്ങൾ കേട്ടല്ലോ. റേറ്റ് 5 മുഖമുള്ള മാല. ഞാനത് എനിക്ക് ഋഷികേശിൽ നിന്ന് കിട്ടുന്ന ഏകദേശം ആ റേറ്റൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. സെയിം റേറ്റൊക്കെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടുന്ന് ഞാൻ ട്രാൻസ്പോർട്ടേഷനിൽ വരുത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന റേറ്റ് ഇവിടെ അതിലൊരു സ്വല്പം കൂടെ ഒരു 10 25 അല്ലെങ്കിൽ 50 രൂപ കൂടുതൽ, 50 രൂപ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഒരു 54 ഇതിൻ്റെ മാലയ്ക്ക് ഏകദേശം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉൾപ്പെടെ ഋഷികേശിൽ നിന്ന് ഞാൻ വരുത്തുമ്പോൾ എനിക്ക് 250 രൂപ ആവുള്ളൂ. ഇവിടെ 300 രൂപ 350 രൂപ എന്നാണ് കേട്ടാ പറഞ്ഞത്. അപ്പം 300 350 എന്നാണ് പറഞ്ഞു. അപ്പോൾ അത് വീഡിയോയിലുണ്ട്. അതേപോലെ തന്നെ 4 മുഖ രുദ്രാക്ഷം വില ചോദിച്ചപ്പം ഒരു പീസിന് 200 രൂപയാണ് അവർ പറഞ്ഞത്. അത് കിട്ടാനില്ലാത്ത അപൂർവമായിട്ട് ചിലപ്പോൾ ഈ 5 മുഖ രുദ്രാക്ഷ മാലയുടെയൊക്കെ കൂടെ കിട്ടിയെന്നിരിക്കാം. അതേപോലെ തന്നെ 6 മുഖ രുദ്രാക്ഷം അതിനും പീസിന് 200 രൂപയാണ് പറഞ്ഞത്. അതൊക്കെ 4 മുഖ രുദ്രാക്ഷമൊക്കെ കുട്ടികൾക്ക് ധരിപ്പിക്കുന്നതല്ല. 200 രൂപ കൊടുത്തിട്ടാണെങ്കിൽ പോലും അത് കുട്ടികളെ, നിങ്ങളുടെ കുട്ടിക്ക് പഠന പുരോഗതിക്കുമൊക്കെ ഒരു 4 മുഖ രുദ്രാക്ഷം ധരിപ്പിക്കുന്നത് നല്ല, സ്ത്രീകൾക്കും ധരിക്കുന്നത് നല്ലതാണ്.
നമ്മളിപ്പം ആ കടൽ തീരത്തേക്ക് വന്നിരിക്കുന്നു, തീർത്ഥസ്നാനത്തേക്ക്. ഇതുണ്ട് ഇവിടെ നേരെ കാണുന്നത് ശങ്കരാചാര്യരുടെ ഒരു ആശ്രമമാണ്. ശങ്കരാചാര്യരുടെ കാഞ്ചി കാമകോടി ആശ്രമത്തിൻ്റെ മതിലാണ്. ഇതിൻ്റെ നേരെ കിഴക്കുവശത്ത് ആ കാണുന്ന ഗേറ്റാണ് നമ്മുടെ കടൽ തീരത്തേക്ക് ഇറങ്ങാനുള്ള ഗേറ്റ്. അപ്പോൾ കാഞ്ചി ശങ്കരാചാര്യ സ്വാമിയുടെയൊക്കെ ഒരു പ്രതിമ ഉണ്ട്, ഇവിടെ ഒരു മണ്ഡപമുണ്ട്, അതെടുത്ത് ഞാൻ കാണിക്കാം. ഇതാണ് കാഞ്ചി കാമകോടി. അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിലേക്ക് മാറിയപ്പോൾ നിങ്ങൾ കാണാം, കണ്ടോ കടലിൽ സൂര്യൻ ഉദിച്ച് വരുന്ന സമയമാണ്. ഇപ്പോൾ ഏതാണ്ട് 6:30 ആയെന്ന് തോന്നുന്നു. 6 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം എന്തായാലും ഇതാണ് ഇവിടെ കാല് കഴുകി കുളിക്കുന്നവരുണ്ട്. കുളിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം ക്ഷേത്രത്തിനകത്ത് 20 തീർത്ഥസ്നാനങ്ങളുണ്ട്. 22 തീർത്ഥസ്നാനങ്ങളുണ്ട്. ആ തീർത്ഥസ്നാനങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ തലവഴി ഒരു വെള്ളം ഒഴിക്കും. നമുക്കതല്ലാതെയും ക്ഷേത്ര ദർശനം നടത്താം. തീർത്ഥസ്നാനം ചെയ്യുന്നതിന് 100 രൂപയാണ്. അത് കൂടാതെ സ്പെഷ്യൽ എൻട്രി ക്ഷേത്ര ദർശനത്തിന് വേറൊരു 100 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ക്യൂ ഒന്നും നിൽക്കാതെ നേരിട്ട് ദർശനത്തിലേക്ക് കിടക്കാം. എന്നാലും 22 തീർത്ഥസ്നാനം വഴി അകത്തേക്ക് കിടക്കുന്നതിന് 100 രൂപ അതിന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ സ്ത്രീകൾ ശിവലിംഗം പ്രതിഷ്ഠിച്ച്, ശിവലിംഗം പോലെയുള്ള ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ നടത്തി. ഇവിടെ ഒരു ദേവിയുടെ വിഗ്രഹമുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു പഴമൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, വസ്ത്രവും പ്ലാസ്റ്റിക്കും എല്ലാം മാലിന്യങ്ങളും ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നാലും അതേ തീരത്ത് തന്നെയാണ് ഒരു വിശ്വാസത്തോടുകൂടി പൂജ ചെയ്യുന്നത്. നമ്മളുടെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു വൃത്തിയൊക്കെ വരേണ്ട കാലം കഴിഞ്ഞു. അതിലൂടെ സ്ത്രീകൾ ഒരു ശിവലിംഗ പ്രതിഷ്ഠ അവരാൽ കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട്, എനിക്ക് തോന്നുന്നു മഹാവിഷ്ണു ശയിക്കുന്ന രീതിയിലുള്ളൊരു രൂപവും അവരുണ്ടാക്കിയിട്ടുണ്ട്, ശിവലിംഗവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലവർ വിളക്കൊക്കെ കത്തിച്ച് അവരെ കഴിയുന്ന രീതിയിൽ പൂജ ചെയ്യുകയാണ്. അപ്പോൾ ഈ കടൽ തീരത്താണ് കുളി കഴിഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നത്. രാവിലെ സൂര്യൻ ഉദിച്ചു വരികയാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ്. ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉദയസൂര്യനെ സാക്ഷി നിർത്തി എല്ലാവരും ശുദ്ധിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപം കടന്ന് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി. സ്ത്രീയുടെ കയ്യിൽ നമ്മുടെ ചീരയുണ്ടല്ലോ, അകത്തിച്ചീരയുടെ ഇലയാണ്. തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. അവരിവിടെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ പശുവിനാണ് ഇത് കൊടുക്കുന്നത്. പശുവിന് ഒരു ചെറിയ കെട്ട്, അത് എത്ര രൂപയാണെന്ന് അറിയത്തില്ല. അത് വാങ്ങിച്ചിട്ട് ഈ ഇവിടെ നമുക്ക് ചുറ്റിത്തിരിയുന്ന പശുക്കൾക്ക് തീറ്റ കൊടുക്കാം. അതൊരു വഴിപാട് പോലെ അവർ കൊണ്ടു നടക്കുകയാണ്. സമുദ്രത്തിലേക്ക് ഇറങ്ങുന്ന അതിലൊരു ആദ്യത്തെ ഗേറ്റിൽ കൂടെയാണ് ഞാൻ ഇറങ്ങിയത്. 4 ഗേറ്റുണ്ട്. 1, 2, 3, 4 ഗേറ്റ്. ഇതിൻ്റെ മുമ്പിൽ ഈ പിതൃകർമ്മങ്ങളും ബലികർമ്മങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കുന്ന ശാന്തിക്കാരുണ്ട്. അവർ കണ്ടിട്ട് ബ്രാഹ്മണല്ല, പക്ഷേ ബ്രാഹ്മൺസും ഉണ്ട്. പൂണൂല് ധരിച്ചിരിക്കുന്നവരുണ്ട്, പൂണൂല് ധരിക്കാത്തവരുണ്ട്. ഇവരിവിടെ ഇരുന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. ഇവ എല്ലായിടത്തും ഉണ്ട്. ഭയങ്കര ഒരു പ്രാധാന്യമുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരുപാട് പേര് അങ്ങനെ ഇരിപ്പുണ്ട്. ഇത് 2ാമത്തെ ഗേറ്റ്. നേരത്തെ ഞാൻ അകത്തോട്ട് കയറിയത് ഇത് 1ാമത്തെ ഗേറ്റ്, ഇത് 2ാമത്തെ ഗേറ്റ്. ഇത് അതിൻ്റെ നടുക്കായിട്ട്, ഇതിൻ്റെ നടുക്കെല്ലാം ശിവൻ, ശ്രീരാമ ഭഗവാൻ, അടുത്ത് തന്നെ ലക്ഷ്മണൻ, സുഗ്രീവൻ, ജാംബവാൻ, വിഭീഷണൻ, ഈ ഇത്രയും പേര് ശ്രീരാമൻ ഇരിക്കുകയും മറ്റുള്ളവർ നിൽക്കുകയും. അതായത് ഹനുമാനും വിഭീഷണനും താഴെ മുട്ടുമടക്കി വജ്രാസനത്തിലും ഹനുമാൻ ഒരു കാല് പുറകോട്ടും ഒക്കെ വെച്ചിരിക്കുന്ന രീതിയിലാണ് ആ
വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഒരു രൂപം ഉണ്ട്. അപ്പം അത് എല്ലായിടത്തും അതേപോലെ തന്നെ എല്ലാ ഒരു ഗേറ്റിൻ്റെ ഇടയ്ക്ക് ഒന്ന്, രണ്ടാമത്തെ ഗേറ്റിൻ്റെ ഇടയ്ക്ക് വീണ്ടും അവിടെ പ്രതിഷ്ഠ വന്നേക്കുന്നത് ശ്രീരാമനും സീതാമാതാവും ഹനുമാൻ സ്വാമിയും ലക്ഷ്മണനും കൂടെ ശിവലിംഗ പ്രതിഷ്ഠ ഉണ്ടാക്കിയിട്ട് അത് പൂജിക്കുന്ന രീതിയിലാണ്. നമുക്കിനി അടുത്തത് നോക്കാം, അതെന്തോ അത് നോക്കാം. ഇത് മൂന്നാമത്തെ എൻട്രൻസ് ഗേറ്റാണ്. മൂന്നാമത്തെ ഇത് ഉണ്ട്. അവിടുന്ന് നമ്മൾ ആ റോഡിൽ കൂടെ ഇവിടുന്ന് വന്നു. 1, 2, 3. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും ഇവിടെ ഒരു പ്രതിമകൾ വെച്ചിട്ടുണ്ട്. അത് സന്യാസിമാരുടെയാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കാം. അത് 4ാമത്തെ എൻട്രൻസ്. എനിക്ക് തോന്നുന്നു തിലഹോമമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മൃത്യുഞ്ജയ പൂജയായിരിക്കും. മൃത്യുഞ്ജയ ഹോമോ തിലഹോമോ ഒക്കെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്തായാലും പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പൂജകൾ ഗംഭീരമായിട്ട് ഒത്തിരി ആൾക്കാർ ഇരുന്ന് നടത്തുന്നുണ്ട്. അത് ബ്രാഹ്മണരും ഉണ്ട്, ബ്രാഹ്മണരല്ലാത്തവരും ജയിപ്പിക്കുന്നുണ്ട്. നമുക്ക് 4ാമത്തെ ഗേറ്റിൻ്റെ വിശേഷം കാണാം. ഇവിടെ ഈ 4ഉം 3നും ഗേറ്റിനും ഇടയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് ഒരു 4 സന്യാസിമാരുടെ വിഗ്രഹമാണ്. അപ്പോൾ അത് ആരുടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഓം ശ്രീ സത്നാം സാക്ഷി എന്നാണ്. അപ്പം ഇത് വടക്കേ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ആശ്രമക്കാർ ചെയ്തു കൊടുത്തതായിരിക്കാം. സദ്ഗുരു ഹരിദാസ് രാംജി മഹാരാജ്, അങ്ങനെ ഓരോന്നിലും സദ്ഗുരു സ്വാമി സർവാനന്ദ് ജി മഹാരാജ്, അങ്ങനെ ഓരോ ഗേറ്റിൻ്റെയും ഫ്രണ്ടിൽ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്. സദ്ഗുരു ഹരിദാസ് ജി മഹാരാജ്, സദ്ഗുരു ശാന്തി പ്രകാശ് ജി മഹാരാജ്, അവിടെ സദ്ഗുരു സ്വാമി സർവാനന്ദ് ജി മഹാരാജ്. 1ാമത്തെ ഗേറ്റിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്നത് ആരാന്നറിയത്തില്ല. അപ്പോൾ ആ 4 ഗേറ്റിനും ഈ 4 പേരുടെ പേരിലാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇതാണ് 4ാമത്തെ ഗേറ്റ്. 4ാമത്തെ സദ്ഗുരു സ്വാമി സർവാനന്ദ് ജി മഹാരാജ്. അപ്പം മഹാരാഷ്ട്രയിൽ വല്ലതും ആയിരിക്കും. മഹാരാഷ്ട്ര അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആശ്രമത്തിൻ്റെ അവർ നിർമ്മിച്ചു കൊടുത്ത ഗേറ്റുകളാണ്, കവാടങ്ങളാണ്. ഇവിടെയെല്ലാം ഇപ്പോൾ പിതൃപൂജ നടക്കുകയാണ്, സ്നാനം നടക്കുകയാണ്. നല്ല തിരക്കാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നപ്പം ഏതാണ്ട് 10 മണിയോടുകൂടി വന്നപ്പോൾ ഇത്രയൊന്നും തിരക്കില്ലായിരുന്നു. രാവിലെയാണ് ഇവിടെ തിരക്ക് കൂടുതലെന്ന് തോന്നുന്നു. കാര്യം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കേണ്ടവരുമൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നീളത്തിൽ കടൽ തീരത്തെല്ലാം ഇതേപോലെ ആളുണ്ട്. അങ്ങോട്ട് കടൽ തീരത്തേക്ക് ഇറങ്ങാനുള്ള ഇവിടെയൊക്കെ പശുക്കളൊക്കെ ഇങ്ങനെ അലഞ്ഞ് കിടപ്പുണ്ട്. പശുക്കളും കാളയും ഒക്കെ അലഞ്ഞ് കിടപ്പുണ്ട്. അതിന് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചു. ഇത് അങ്ങോട്ടുള്ള വഴിയാണ്. ഇവിടെ എല്ലാം ആൾക്കാർ ഇവിടോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരാളവിടെ മൈക്കൊക്കെ പിടിച്ചിരുന്ന് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടെ കാണാം. നോർത്ത് ഇന്ത്യനാണ്. നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത്. അദ്ദേഹം അത് മൈക്കിൽ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഇരുന്ന് പിതൃകർമ്മങ്ങൾ ചെയ്യുക. എല്ലാവരും ശിവലിംഗം ഉണ്ടാക്കി ശ്രീരാമൻ ചെയ്ത അതേ രീതിയിലായിരിക്കാം. ശ്രീരാമൻ രാമേശ്വരത്ത് വന്ന് ശിവലിംഗ പ്രതിഷ്ഠ ഉണ്ടാക്കി അഗസ്ത്യമുനി, അതായത് സൂര്യനെ പ്രാർത്ഥിക്കുന്നു. അഗസ്ത്യമുനി രാമേശ്വരത്ത് സാക്ഷാൽ ശ്രീരാമ ഭഗവാൻ അഗസ്ത്യ മുനിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം പറഞ്ഞു കൊടുത്ത ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലി ആദിത്യ പ്രീതി ചെയ്തു എന്നുള്ളതാണ്. ശിവലിംഗം മണ്ണുകൊണ്ട് നിർമ്മിച്ച്, അപ്പോൾ അതിന്റെ പ്രതിരൂപമായിട്ടായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആദിത്യ ഹൃദയ മന്ത്രം തതോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണൻ ജാഗ്രതാദൃഷ്ടോ യുദ്ധായ പരിസ്ഥിതം എന്ന് തുടങ്ങുന്ന ആദിത്യ ഹൃദയ മന്ത്രം അഗസ്ത്യമുനിയാണ് രചിച്ചത്.
അദ്ദേഹം പറഞ്ഞു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഇവിടെ രാവണനുമായിട്ടുള്ള യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത പ്രകാരം ശ്രീരാമ ഭഗവാൻ ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ ഉണ്ടാക്കി ശിവലിംഗത്തെ പൂജിച്ചതോടൊപ്പം തന്നെ ആദിത്യ ഭഗവാനെ പൂജിച്ചു എന്നാണ്. അപ്പോൾ ആദിത്യ ഹൃദയ മന്ത്രം യുദ്ധവിജയത്തിനും അതായത് കാര്യവിജയത്തിനുമൊക്കെ വളരെ പ്രയോജനകരമാണ്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം. തതോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്യാസ്ഥിതം രാവണൻ ജാഗ്രതോ ദൃഷ്ട യുദ്ധായ പരിസ്ഥിതം എന്ന് തുടങ്ങുന്ന ആ 32 ശ്ലോകങ്ങളുള്ള മന്ത്രം. അത് ഞാൻ എൻ്റെ ഋഷിപ്രോക്തം യൂട്യൂബ് ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ അവതരിപ്പിക്കാം. നമ്മുടെ മലയാളത്തിലൊരു ആദിത്യ ഹൃദയ മന്ത്രമുണ്ട്. അതല്ല ശരിക്കും ചൊല്ലേണ്ടത്. സാക്ഷാൽ അഗസ്ത്യമുനി രചിച്ച ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലുക. അതുതന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. ചെറുകടികളുടെ ചായയും കിട്ടുന്ന ഹോട്ടലുകളുണ്ട്. ചായക്ക് 12 രൂപയാണ് ഇവിടെ. ചെറുകടിക്ക് 8 രൂപ മുതലുള്ള ചെറുകടികളുണ്ട്. എല്ലാം കച്ചവടങ്ങളുണ്ട്. തുണി മുതൽ ഈ കക്ക സമുദ്ര ഉൽപ്പന്നങ്ങൾ മുതൽ തുണിയും എല്ലാ കാര്യങ്ങളും കച്ചവടം ഉണ്ട്. ഇത് ആദ്യം വന്ന ആ ഗേറ്റിൻ്റെ അവിടുത്തെ പേരൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഫ്രണ്ട് ക്യാമറയിലേക്ക് ബാക്ക് ക്യാമറയിലേക്ക് പോവാം. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ ആഗ്യാര സദ്ഗുരു സ്വാമി ടിയോൻറം ജി മഹാരാജ്. അത് കറക്റ്റായിട്ട് വാക്കുകൾ വായിക്കാൻ പറ്റും. ആചാര്യ സദ്ഗുരു സ്വാമി ഠേവുരാംജി മഹാരാജ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കറക്റ്റ് നമുക്ക് ഠേവുരാംജി മഹാരാജ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കറക്റ്റ് മനസ്സിലാകുന്നില്ല. അത് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. ദേവനാഗരി ലിപിയിൽ ആചാര്യ സദ്ഗുരു സ്വാമി ഠേവുരാംജി മഹാരാജ്. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന പ്രതിമയിലെ 4ാമത്തെ ആളുടെ പേര് ഇതാണ്. അപ്പോൾ ഇതാണ് ആ വഴിയുടെ നേർക്ക് നിൽക്കുന്ന 1ാമത്തെ കവാടം. പ്രായമുള്ളവർ നല്ല വലിയ രുദ്രാക്ഷമൊക്കെ ധരിച്ച് ഭിക്ഷയ്ക്കായിട്ട് ഇരിപ്പുണ്ട്. ചിലറയിൽ കമണ്ടലും ഉണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടിഫിനായിട്ട് ടിഫിൻ ബോക്സിൽ അപ്പം പാക്ക് ചെയ്ത് ടിഫിൻ വിൽപ്പനയ്ക്കെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഒരു ചെറിയ കടയുടെ സൈഡിലൊക്കെ ആൾക്കാർ അങ്ങനെ ഇരിപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഇഡലിയോ ദോശയോ വടയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാം. നമ്മൾ നടന്ന് ആ കിഴക്കേ ഗോപുരത്തിൻ്റെ മുമ്പിൽ ഇവിടെ എത്തി. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികളുടെ ആശ്രമത്തിൻ്റെ തെക്ക് വശമാണ് തെക്കേ ഗേറ്റ്. ഇവിടെയൊക്കെ ആൾക്കാർ ലോഡ്ജും ഉണ്ടെന്ന് തോന്നുന്നു, താമസവും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്തോട്ട് കയറിയിട്ടില്ല ഇതുവരെ. അകത്ത് കയറി നോക്കാം. ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ ഒരു ഹോമകുണ്ടമുണ്ട് ഫ്രണ്ടിൽ. അവിടെ നേരത്തെ നമ്മൾ കണ്ട ആ മണ്ഡപം വലിയ അവിടെ എൻ്റെ സൈഡിലൊക്കെ ഓരോരോ ശില്പങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ മണ്ഡപങ്ങൾ ഗേറ്റുകളുണ്ടല്ലോ. ആ ഗേറ്റിന് നേരെ പടിഞ്ഞാറ് വശത്താണ്. അവിടെ അകത്തൊരു ശങ്കരാചാര്യ സ്വാമിയുടെ പ്രതിമയുണ്ട്. ചെറിയ മഹാവിഷ്ണു അനന്തശയിക്കുന്ന 2 ലക്ഷ്മി രൂപമുണ്ട് മേളിൽ. ഇവിടെ ചെറിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ചെറിയ ക്ഷേത്രമുണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഏറ്റവും മുകളിൽ ബ്രഹ്മാവിൻ്റെ ഒരു പ്രതിമ ഉൾപ്പെടെ ഒരു ചെറിയ കിളിവാതിലകത്തേക്ക് കിടക്കാനുള്ളത്. അത് ശ്രീ സരസ്വതി ദേവിയുടെ ഒരു ചെറിയ ക്ഷേത്രമാണ്. അതിൻ്റെ മുകളിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്തും ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ക്ഷേത്രമുണ്ട്. ഇത് ചിലപ്പം ഇത് ഗണപതിയാണെന്ന് തോന്നുന്നു. അവിടെ ആരാണെന്ന് നോക്കാം. അവിടെയാണ് ഒരു കണ്ണാടിക്കൂടിനകത്ത് ശങ്കരാചാര്യ സ്വാമിയുടെ ആണെന്ന് തോന്നുന്നു ഒരു പ്രതിഷ്ഠ ഒരു വിഗ്രഹമുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് പൂജകളുമൊക്കെ നടത്തുന്നുണ്ട്. അവിടെ ഒരു സ്വാമി പരമ്പരയിൽപ്പെട്ട ഒരാൾക്ക് കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ
ക്ഷേത്രമാണ്. ഈ മണ്ഡപത്തിൻ്റെയൊക്കെ ഓരോ സൈഡിൽ ഓരോരോ ചിത്രങ്ങൾ, പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് അത് ഓരോ എന്താണ് യാ വൈ മുസ ഭൂമ സുഖം തദ്വി എന്ന് പറഞ്ഞ് സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ദൂരെയാണ്, അത്ര ക്ലിയറായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. സനത് കുമാര നാരദ സംവാദം, സനത് കുമാരനും നാരദരുമായിട്ടുള്ള സംവാദത്തിൻ്റെ സൂക്തങ്ങളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ 3 അതായത് ക്ഷേത്രം പോലെയുണ്ട്. ഈ ചെറിയ ക്ഷേത്രം അങ്ങേയറ്റത്ത് കണ്ടത് ഗണപതിയും, നടുക്ക് സരസ്വതി ദേവി, ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി. അപ്പോൾ ഫ്രണ്ടിൽ മയിലിരിക്കുന്നതാണോ സുബ്രഹ്മണ്യ സ്വാമി. ആ സ്വാമിയുടെ കയ്യിലിരിക്കുന്ന സ്വൈപ്പിംഗ് മെഷീനാണ് കേട്ടോ. അത് ചിലപ്പോൾ പേയ്മെൻ്റൊക്കെ ചെയ്യാനുള്ളവർക്ക് ഇവിടെ സ്വൈപ്പിംഗ് വഴി ഈ നമ്മുടെ സംഭാവന സ്വീകരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ശങ്കരാചാര്യ സ്വാമി അദ്ദേഹമാണ് നമ്മുടെ ഹിന്ദുമതത്തെ തിരിച്ചു കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പരമ്പര എത്രയും നാൾ നിലനിൽക്കുന്നു അത്രയും നാൾ ഉണ്ടാകട്ടെ എന്നെഴുതിയ ഷർട്ട്. ഇവിടെ കച്ചവടങ്ങൾ. മറ്റൊരു ആശ്രമത്തിൻ്റെ ബിൽഡിങ്ങാണ്. ഇതും വലിയൊരു ബിൽഡിങ്ങാണ്. ഇത് ക്ഷേത്രങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നിർമ്മിച്ച് കാലഭൈരവ സന്നിധി. അപ്പോൾ കാലഭൈരവ സന്നിധി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കല്ലുകൊണ്ടുണ്ടാക്കിയ ക്ഷേത്രമാണ്. അതിൻ്റെ തൊട്ടടുത്തുമൊക്കെ ക്ഷേത്രങ്ങൾ ചെറിയ ചെറിയ ഉപദേവതകളെ പ്രതിഷ്ഠിക്കാനുള്ള അത് വെള്ള സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലഭൈരവ സന്നിധി. ഇത് ആന്ധ്ര, തമിഴ്നാട് എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. കന്നഡ, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഇത്രയും എഴുതിയിട്ടുണ്ട്. ഭൈരവേശ്വർ സന്നിധി. ഇതും നമ്മുടെ കിഴക്കേ ഗോപുരത്തിൻ്റെ തെക്ക് വശത്ത്, അതായത് വലത്തുവശത്താണ് ഉള്ളത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇനിയും പ്രതിഷ്ഠകൾ വരാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഇതുകൊണ്ടെന്ന് പരമപൂജ്യ ജഗദ്ഗുരു ശ്രീ 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 നിർമ്മലാനന്ദ നാഥ മഹാസ്വാമിജി പൊൻറ്റിഫ് ശ്രീ ആദിചുഞ്ചങ്കരഗിരി മട്ട്. അപ്പം ഈ ഇംഗ്ലീഷിൽ നമ്മുടെ ഭാരതീയ പേരുകൾ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് വായിക്കാൻ പറ്റത്തില്ല. അത് എന്തായാലും നല്ലൊരു ഇടമാണ്. എന്തായാലും ആത്മീയത നമ്മുടെ ഭാരതത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് എന്നും ഉണ്ടാകട്ടെ. സ്വാമി മഠങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോഴേ ചില സ്വാമിമാരെ എനിക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വാമിമാരെ സന്യാസിമാരാണ്. ശങ്കരാചാര്യ സ്വാമി ഉൾപ്പെടെയുള്ളവരാണ് നമ്മുടെ ഹിന്ദുമതം നിലനിൽക്കുന്നതിന് കാരണക്കാരായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നും ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നതിന് കാരണം. പക്ഷേ എന്നാൽ ചില സന്യാസി പരമ്പരകൾ ക്ഷേത്രങ്ങളിലേക്കൊന്നും പോകണ്ട, നിങ്ങളുടെ സ്വത്തുമൊക്കെ വരെ വിറ്റ് ആ കാശുമായിട്ട് ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് ഞങ്ങളെ ശിഷ്യന്മാരായിട്ട്, പിന്നീട് പലരും അടിമകളാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇത് ചൂഷണം ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്വാമിമാരെയൊക്കെയും മഠങ്ങളെയൊക്കെ നമുക്കൊന്ന് നിയന്ത്രിക്കുകയും വേണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇന്നലെയാണ് വന്നത്. ഇന്നലെ ഞങ്ങൾ ഒരു ടെമ്പോ ട്രാവലറിൽ 15 മുതിർന്നവരും 5ഓളം ചെറിയ കുട്ടികളും ഒക്കെ ഉൾപ്പെടെയാണ് വന്നത്. അപ്പോൾ ഇന്നലെ വന്നപ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ഇവിടുത്തെ ജുവലറികളിലൊക്കെ വലിയ തിരക്ക്, പ്രത്യേകിച്ച് വെള്ളി ആഭരണങ്ങളും ഒക്കെയാണ്. സ്വർണം വലിയ കച്ചവടമായിട്ട് ഇല്ല. വെള്ളി ആഭരണങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഓരോരുത്തർ ക്യൂ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് അത്രയും അങ്ങോട്ട് പോയില്ല. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അക്ഷയ തൃതീയ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, അത് നിങ്ങൾക്കായിട്ട് ഇതിനിടയ്ക്ക് ഞാൻ പറയാണ്. നമ്മുടെ മലയാളികളിൽ മാത്രമല്ല മണ്ടന്മാരുള്ളത്, തമിഴ്നാട്ടുകാരിലും ചില മണ്ടന്മാരൊക്കെ ഉണ്ട് എന്ന് ഇവിടെ എൻ്റെ അഭിപ്രായം പറഞ്ഞുകൊള്ളുന്നു. വലിയ ശംഖുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളുമൊക്കെ കച്ചവടം ചെയ്യുന്ന കടയാണ്.
കിഴക്കേ നടയിലെ ഗോപുരത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്. ഇവിടെ ഫ്രണ്ടിൽ ആൾക്കാർക്ക് ഈ വെയിൽ കൊള്ളാതിരിക്കാൻ പച്ച നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നമ്മൾ നേരെ അപ്പുറത്ത് കാണുന്ന അവിടെ നിന്നാണ് കാലൊക്കെ കഴുകി ഇങ്ങോട്ട് മുമ്പോട്ട് വന്നത്. മണ്ഡപത്തിലെത്തി നമുക്ക് ബാക്ക് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാം. ക്ഷേത്രത്തിൻ്റെ സൂം ചെയ്തൊന്ന് കാണാം. ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഇവിടെ കാളപ്പുറത്ത് ശിവനും പാർവതിയും ഗണപതിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. രണ്ട് വശത്തുമായിട്ട് ഓരോ ഗണപതിയും സുബ്രഹ്മണ്യൻ്റെയും പ്രതിമകളുണ്ട്. അതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഏതാണ്ടൊരു 25 മീറ്റർ പുറകുവശത്താണ് ഈ മണ്ഡപം. ഈ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ഗോപുരം സാധാരണയുള്ള തമിഴ് മാതൃകയിലാണ്. ഇത് ഒരു കളറിലെ പെയിൻ്റാണ് അടിച്ചേക്കുന്നത്. മേളത്തെ താഴെ കുടങ്ങളിൽ അവർ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. എല്ലാം കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലോസപ്പ് ദൃശ്യങ്ങൾ. നടയിൽ ഈ തെക്ക് വടക്ക് നീളത്തിലാണ്. ഫ്രണ്ടിലത്തെ റോഡ് ഫുള്ള് ഇതുപോലെ മുകളിൽ പച്ച നെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ചൂട് താങ്ങാൻ പറ്റാത്ത ചൂടായതുകൊണ്ടായിരിക്കാം. ഇവിടെ എല്ലാ ഹോട്ടലുകളുണ്ട്. എല്ലായിടത്തും ഏതാണ്ട് ഒരേ റേറ്റൊക്കെയാണ്. വലിയ വൃത്തിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും കുഴപ്പമില്ല. ചിലയിടത്തൊക്കെ അത്യാവശ്യം റേറ്റ് കുറഞ്ഞുള്ള. ഇന്നലെ ഞങ്ങൾ രാത്രി കഴിച്ച ഹോട്ടലിൽ അത്ര വലിയ റേറ്റൊന്നുമില്ല. ഇവിടെയും ഇത് വീടാണോ സ്ഥാപനമാണോ അല്ല, വിവേകാനന്ദ മെഡിറ്റേഷൻ ഹാൾ ആണ്. അപ്പോൾ ഇവിടെ മേളിൽ ശിവലിംഗം പൂജിക്കുന്ന ശ്രീരാമസ്വാമിയും ഹനുമാനും ലക്ഷ്മണനും സീതാദേവിയും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയുണ്ട് ശ്രീരാമൻ്റെ മുകളിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും. ഹനുമാൻ സൈഡിലുണ്ട്, ശിവലിംഗം സൈഡിലുണ്ട്. ശ്രീ വിവേകാനന്ദ മെഡിറ്റേഷൻ ഹാൾ. നമുക്ക് ഈ ഇതുവഴിയാണ് ഇവിടെ ദർശനത്തിനുള്ള വേ ടു സ്പെഷ്യൽ ദർശനം. അപ്പോൾ ടിക്കറ്റ് 100 at 200 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് 100 രൂപ എടുക്കുന്നത് 22 തീർത്ഥസ്നാനങ്ങളിലെ തീർത്ഥങ്ങളും ദേഹത്ത് കുളിച്ച് അകത്ത് കയറുന്നതിനും, അകത്ത് വേണമെങ്കിൽ 200 രൂപ എടുക്കുന്നത് ആ 22 തീർത്ഥസ്നാനങ്ങളിലെ തീർത്ഥങ്ങൾ കുളിച്ച് അകത്തേക്ക് കയറുന്നതിനും അതോടൊപ്പം സ്പെഷ്യൽ ദർശനത്തിനും വേണ്ടിയിട്ടാണ്. ഇത് രണ്ടിനും കൂടെ ചേർത്താണ് 200 രൂപ. തീർത്ഥം മാത്രം മതി, തീർത്ഥസ്നാനം മാത്രം മതി. അത് കഴിഞ്ഞിട്ട് സാധാരണ ദർശനം മതിയെങ്കിൽ 100 രൂപ കൊടുത്താൽ മതി. രണ്ടും സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 200 രൂപ കൊടുക്കുക. അപ്പോൾ അവർ അവിടെ ഈ കുളത്തിൽ ഈ തീർത്ഥത്തിലെ സ്നാനം ചെയ്യിപ്പിക്കാനായിട്ട് ആൾക്കാരുണ്ട്. അവർ നമുക്കെല്ലാം ഓരോ തീർത്ഥത്തിനും ഓരോ പേരുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പിന്നീട് പറഞ്ഞു പോകാം. ഇപ്പം നമുക്ക് ഇത് വടക്കേ നടയാണ്. വടക്കേ നടയിലെ കാഴ്ചകളിലൂടെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിന് മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്.